എത്ര നന്മ ചെയ്തിട്ടും എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതം ഇങ്ങനെയായി മാറുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും. എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങൾ മറ്റുള്ളവരെ ദുഷിപ്പായിട്ടോ അല്ലെങ്കിൽ തെറ്റായിട്ട് രീതിയിൽ ഒന്നും തന്നെ ചെയ്യില്ല. എന്നിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിരന്തരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള പല കാരണങ്ങളുണ്ട്. അതിലെ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ മൈൻഡ് സെറ്റാണ്. നിങ്ങൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ കമ്പാരിസൺ ചെയ്യണം. എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ നടക്കുന്നില്ല, ആ വ്യക്തിയുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ടല്ലോ, വൈ മീ എന്ന രീതിയിലുള്ള ചിന്തകൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ ലൈഫ് സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവായുള്ള ഇൻസിഡൻസിൻ്റെ ഒരു സീരീസ് തന്നെ അല്ലെങ്കിൽ ഒരു പരമ്പര തന്നെ നമ്മുടെ ലൈഫിൽ നടക്കുകയാണ് ചെയ്യാം. എന്നാൽ ഇന്നു മുതൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. നിങ്ങൾ ലൈഫിലെ ഓരോ മൊമെൻറ്റ്സിലെ നന്മകളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നതനുസരിച്ച് ഇല്ലായ്മയിൽ നിന്ന് ഉള്ള അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ നമുക്ക് എന്താണോ ഉള്ളത് ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറുന്നതാണ്. ഈ രീതിയിൽ വേണം നിങ്ങൾ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. പലപ്പോഴും ഞാൻ ഇതേപോലെ തന്നെ കൺസൾട്ടേഷൻ ചെയ്യുന്ന സമയത്ത് നെഗറ്റീവായ രീതിയിൽ സീരീസ് ഓഫ് ആൾക്കാർ സംഭവിക്കുന്ന നേരം ഞാൻ അവരുടെ ചിന്തയുടെ പാറ്റേൺ അല്ലെങ്കിൽ തോട്ട് പാറ്റേൺ നോക്കുകയാണെങ്കിൽ അവരുടെ ലൈഫിൽ എപ്പോഴും ഇല്ലായ്മ, കുറ്റങ്ങൾ, മറ്റുള്ളവരെ ഇൻസൾട്ട് ചെയ്യുക, മറ്റുള്ളവരുടെ വേദനകൾ, അതായത് ഒരു വ്യക്തി നമ്മളോട് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് നമ്മൾ എന്ത് ചെയ്യും 10 വ്യക്തികളോട് പറയും, അല്ലേ? ഇപ്പോൾ ഒരു വ്യക്തി നിങ്ങളോട് മോശമായി അടിച്ചു അല്ലെങ്കിൽ വിശ്വാസവഞ്ചന ചെയ്തു എന്ന് കരുതാം. അത് നിങ്ങൾ 10 പേരോട് പറയുകയാണെങ്കിൽ ഈ 10 തവണ പറയുന്ന സമയത്ത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്കാണ് നമ്മൾ എത്തുന്നത്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ എത്ര നല്ല പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ ഇൻസിഡൻസോ കാര്യങ്ങളോ ഉണ്ടാകുകയാണെങ്കിൽ കഴിയുന്നു മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്തിരിക്കുക. കാരണം നിങ്ങൾ നെഗറ്റിവിറ്റി കേട്ടിട്ട് അവർ സന്തോഷിക്കുക ചെയ്യുക. നിങ്ങൾക്ക് ഒരു സൊല്യൂഷനും കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, സ്വയം ചിന്തിക്കുക അതിന് എന്ത് സൊല്യൂഷനാണ് വേണ്ടത്. ഈ രീതിയിൽ വേണം നമ്മളെ ലൈഫിനെ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് എൻ്റെ ലൈഫിനെ ഞാൻ മുന്നോട്ട് കൊണ്ടുവന്നത്. കാരണം നമ്മളെ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ നമുക്ക് കണ്ടെത്തുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മെൻറ്റേഴ്സിനെ കണ്ടെത്തുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇതേപോലെ കൂടുതൽ അറിവുള്ള ഏതെങ്കിലും ഒരു നല്ലൊരു മാസ്റ്ററെ അല്ലെങ്കിൽ നല്ലൊരു ഗുരുവിനെ കണ്ടെത്തിയിട്ട് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കാം. അങ്ങനെയുള്ള സമയത്ത് നമ്മുടെ ചിന്തകളുടെ പ്രോബ്ലം എവിടെയാണ്, എന്താണ് പ്രോബ്ലം എന്നുള്ള മനസ്സിലാക്കിയിട്ട് നമുക്കതിനെ ഹീൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ഒരു ഹീലിംഗ് പ്രോസസ്സിലൂടെയാണ് നമ്മളെ മാനിഫെസ്റ്റേഷൻ ആവട്ടെ അല്ലെങ്കിൽ നല്ല നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് സംഭവിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും നിങ്ങളുടെ ജീവിതത്തിലെ നന്മകളെ മാത്രം എണ്ണീട്ടൊന്ന് ജീവിച്ചു നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ മാത്രമായിരിക്കും. ഇഫ് യു കൗണ്ട് യുവർ ബ്ലെസ്സിങ് യു വിൽ ഗെറ്റ് അമേസിങ്. അല്ലെങ്കിൽ നിങ്ങളെ ബ്ലെസ്സിങ്സിൽ നിങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ നിങ്ങൾ എണ്ണാൻ തുടങ്ങുകയാണെങ്കിൽ യു വിൽ നോ ഹൗ യു ബ്ലെസ്ഡ് അല്ലെങ്കിൽ എത്രത്തോളം അനുഗ്രഹീതരാണെന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. അതുകൊണ്ട് ഈ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മളെ മൈൻഡ് സെറ്റിനെ ചേഞ്ച് ചെയ്തിട്ട് നമ്മളെ മാനിഫെസ്റ്റേഷൻ പ്രോസസ്സിനെ മാറ്റുന്ന ഒരു കാര്യമാണ്. ഇതെൻ്റെ എക്സ്പീരിയൻസും നമ്മുടെ ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്ന വ്യക്തികളുടെ എക്സ്പീരിയൻസ് ആണ്. അതുകൊണ്ട് എല്ലാവരും ഈ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. ഈ വീഡിയോ കാണുന്ന ഓരോ വ്യക്തിയിലേക്കും നന്മയും സമ്പത്തും ആരോഗ്യ സൗകര്യം ഉണ്ടാകുന്നതിന് പ്രാർത്ഥിക്കുന്നു. Thank you so much.